അനീഷ. എവിടേക്ക് കൊണ്ടുവരുന്നു? ആ പടിഞ്ഞാറ ഭാഗത്ത് കുഴി കുത്തിയോടത്തേക്ക് അനീഷ കുത്തുന്നുണ്ടായി. അവിടെ നിന്ന് കുളിമുറി പോയി ഒരു ബക്കറ്റ് കൊണ്ടുവരുന്നുണ്ടായി. അപ്പോൾ ഞാൻ അവിടെ കോഴികൾക്ക് തീറ്റിട്ട് കൊടുക്കുന്നത് കണ്ടപ്പോൾ അവള് ആ ബക്കറ്റും കൈക്കോട്ടും കൊണ്ട് തെക്കോട്ട് മാറി. പിന്നെ എനിക്ക് അറിയില്ല, ഒന്നും അറിയില്ല. കുഴി അതൊന്നും കണ്ടില്ല. കവുങ്ങിൻ്റെ നേരെ അപ്പുറത്ത് ഒരു കൊപ്പയുണ്ട്, അതിൻ്റെ അപ്പുറത്ത്. ആ ബക്കറ്റിൽ എന്താണ് ഏതാണെന്നൊന്നും എനിക്ക് അറിയില്ല. അപ്പം ഞാൻ പറഞ്ഞു, സാറിനോട് പറഞ്ഞു അത് ചോദിക്കുക മുന്നേ അവരോട് ചോദിക്കുക എന്നിട്ട് ബക്കറ്റിലും ഉണ്ടായി. അപ്പോൾ ഇവ ആങ്ങളെ എടുത്ത വഴിക്ക് പറഞ്ഞു റംബൂട്ടാൻ തയ്യായിരുന്നു എന്ന് പോലീസിനോട് പറഞ്ഞു. അപ്പം പിന്നെ പോലീസ് പറഞ്ഞു ഇനിയിപ്പോൾ എന്തായാലും അത് അങ്ങോട്ട് വിട്ടുകളാ, ഇനി നിങ്ങൾ വെള്ളിക്കുളങ്ങര പോലീസ് അത് വിട്ടുകളാ, ഞങ്ങൾ ഇനി എന്ത് കണ്ടാലും കണ്ടില്ലെങ്കിലും ഒന്നും പറയാനും വേണ്ട, ഒന്നും അങ്ങനെ അവർ വഴക്ക് പറയുകയാണെങ്കിൽ നിങ്ങൾ മൊബൈലിൽ പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒരമ്മ എന്ന വാക്കിനർത്ഥം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു കാരണവശാലും അമ്മ എന്ന പേരിന് അനുയോജ്യമല്ലാത്ത, അമ്മ എന്ന പേര് ഒരു കാരണവശാലും നമുക്ക് ചാർത്തിക്കൊടുക്കാൻ പാടില്ലാത്ത ചില സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. 2 നവജാത ശിശുക്കളെ കൊന്നു കുഴിച്ചുമൂടിയ സംഭവത്തിൽ അവിവാഹിതരായ മാതാപിതാക്കളെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തതിന്റെ ഞെട്ടലിൽ വെള്ളിക്കുളങ്ങര ഗ്രാമം നിൽക്കുമ്പോൾ, വെള്ളിക്കുളങ്ങര മാത്രമല്ല കേരളം ഒന്നടങ്കം ഞെട്ടലോട് കൂടിയാണ് ആ വാർത്ത കേൾക്കുന്നത്. ഒരു 22 വയസ്സുകാരിയായിട്ടുള്ള ഒരു പെൺകുട്ടിക്ക് എങ്ങനെയാണ് 2 നവജാത ശിശുക്കളെ അതിക്രൂരമായി കൊല ചെയ്യാൻ കഴിയുക എന്നുള്ള അമ്പരപ്പ് തന്നെയാണ് നിലനിൽക്കുന്നത്. 26 വയസ്സുകാരനായിട്ടുള്ള അച്ഛനാണ് എല്ലാ സംഭവ വികാസങ്ങളും പോലീസ് സ്റ്റേഷനിൽ വന്ന് പറഞ്ഞത്. ഉന്മൂലനം ചെയ്താലുള്ള പാപം ഉദരക്രിയ കൊണ്ട് തീരുമെന്ന അനീഷയുടെ അന്ധവിശ്വാസമാണ് സത്യം പുറത്തു കൊണ്ടുവന്നത്. അതേസമയം കുഞ്ഞിനെ അനീഷ കൊന്നതായി അറിയില്ലെന്ന് അനീഷയുടെ അമ്മ പറയുകയാണ്. ഭവിനും അനീഷയും തമ്മിൽ പ്രണയമായിരുന്നുവെന്നറിയാം, എന്നാൽ മകൾ ഗർഭിണിയാണെന്ന് അറിയില്ല എന്നും അമ്മ പറയുകയാണ്. അനീഷ രഹസ്യങ്ങൾ ഗൂഢമായി സൂക്ഷിച്ചത് 4 വർഷമാണ്. അനീഷയ്ക്കെതിരെ കൊലപാതകം, ഗൂഢാലോചന എന്നീ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. 2 കൊലപാതകങ്ങൾ നടത്തിയത് അനീഷയാണ് എന്ന് പോലീസ് പറയുകയാണ്. ശനിയാഴ്ച അർദ്ധരാത്രി ഈ അസ്ഥികളുമായി ഈ ഭവിൻ പുതുക്കാട് സ്റ്റേഷനിൽ എത്തിയതോടുകൂടിയാണ് കൊലപാതകങ്ങളുടെ വിവരം പുറത്തറിഞ്ഞത്. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിലാണ് ഇവർ കുറ്റം സമ്മതിച്ചത്. 2021 നവംബറിലാണ് ആദ്യത്തെ ശിശുവിനെ കൊലപ്പെടുത്തിയത്. 8 മാസത്തിന് ശേഷം കുഴി തോണ്ടി അസ്ഥി പുറത്തെടുത്ത് ഭവിന് കൈമാറി. 2024 ഓഗസ്റ്റിൽ രണ്ടാമതുണ്ടായ ശിശുവിനെയും കൊലപ്പെടുത്തി. മൃതദേഹം തുണിയിൽ പൊതിഞ്ഞ് തൊട്ടടുത്ത ദിവസം സ്കൂട്ടറിൽ എത്തിച്ച് ഭവിന് കൈമാറുകയായിരുന്നു. ഭവിന്റെ വീടിന് പിന്നിലെ തോട്ടിലാണ് കുഞ്ഞിനെ കുഴിച്ചിട്ടത്. 4 മാസത്തിന് ശേഷം അസ്ഥികൾ പുറത്തെടുത്ത് സൂക്ഷിച്ചു. മരണാനന്തര ചടങ്ങുകൾക്കായാണ് ഇതെന്നാണ് വിവരം. രണ്ടാമത്തെ കുട്ടിയുടെ ഫോട്ടോ മൊബൈലിൽ പകർത്തിയ ശേഷമാണ് അനീഷ കൊലപ്പെടുത്തിയത്. മാത്രമല്ല കൊലപ്പെടുത്തുന്ന രീതികളും ഒക്കെ തന്നെ ചിത്രമായി പകർത്തിയെന്നാണ് വ്യക്തമാകുന്നത്. ഈ ചിത്രം പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അമ്മയോടൊപ്പം താമസിച്ചിരുന്ന അനീഷയുടെ രഹസ്യ ബന്ധവും ഗർഭകാലവും പ്രസവവും അമ്മയോ അയൽവീട്ടുകാരോ അറിഞ്ഞില്ല എന്ന മൊഴി ഇപ്പോഴും ദുരൂഹമാണ്. ഈ മൊഴി പോലീസ് വിശ്വസിക്കുന്നില്ല. എന്നാൽ ഇതിനെ തള്ളാനുള്ള തെളിവുകളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കാരണം തൊട്ടടുത്തുള്ള അയൽക്കാർ തന്നെയാണ് തന്റെ മകൾ ഇത്തരത്തിൽ ഗർഭിണിയാണോ എന്ന സംശയം അമ്മ പറഞ്ഞതായി ഇപ്പോൾ മൊഴി നൽകിയിട്ടുള്ളത്. ആ അയൽവാസിയുടെ മൊഴി നമുക്കൊന്ന് കേൾക്കാം. കുഴി കുഴിക്കണേ ഞാൻ കണ്ടിരുന്നു. എന്നിട്ട് അവൾ അവിടെ നിന്ന് ബക്കറ്റിലൊരു എന്തോ കൊണ്ടുവന്നു. ബക്കറ്റ് എന്ന് പറഞ്ഞാൽ ബക്കറ്റ് അവിടെ നിന്ന് എടുത്ത് കൊണ്ടുവരുന്നുണ്ടായി. ഇവിടെ എന്തിട്ട് കുഴിച്ചിട്ടേന്ന് എനിക്ക് അറിയില്ല. കുഴി കൊത്തണേ ഞാൻ കണ്ടു. എന്റെ വളപ്പിന്റെ തൊട്ടാണ് ഞാൻ കണ്ടു. ഇല്ല, ഈ അമ്മ തന്നെയാണ് സംഘത്തിൽ എന്ന് പറഞ്ഞ. എന്റെ മോള് പുറത്തായിട്ട് 2-3 മാസമായി ഇവരെ സംഘത്തിൽ എന്ന് പറഞ്ഞത്. എന്നിട്ടാണ് ഇത് പാട്ടായത് തൊഴിലുറപ്പിൽ. എന്നിട്ട് പേരെന്റെയും വെച്ചു. ഞാനിത് എന്നെ മനറിയാത്ത കാര്യം അതിന് ദൈവം കാണിച്ചു. അയൽവാസി നമ്മളോടൊപ്പം ഉണ്ട്. നിങ്ങൾക്ക് ഇവരുമായിട്ട് വല്ല അടുപ്പമുണ്ടോ ചേച്ചി? ഇവരുമായിട്ട് അനീഷയായിട്ട് ഒരടുപ്പും ഇല്ല. ഇപ്പോന്നല്ല, അവരുടെ അച്ഛൻ മരിച്ചതിന് ശേഷം ഞങ്ങൾ ഒരടുപ്പില്ല. അവർക്ക് ആരുമായിട്ട് ഒരടുപ്പില്ല. ഇവര് നാട്ടിലൊക്കെ ഒരു സംസാരം ഉണ്ടായിരുന്നു, എന്തോ കുഴിച്ചിടുന്നത് കണ്ടു എന്നോ, അങ്ങനെ അതെന്താ സംഭവം? അത് എന്തോ അന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. അവിടെ ഒരു കുഴി കുത്തുന്നുണ്ടായി. അപ്പോൾ ഞാൻ കോഴിയോട് കുക്കണ കേട്ടപ്പോൾ ഞാൻ ഇങ്ങനെ പോയി. അത് ഇവളെന്നെ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞതാണ്. പരാതി കൊടുത്തു. ഞാൻ പറഞ്ഞെന്നും പറഞ്ഞു ഇവള് കണ്ടോണം നടക്കുന്നു, ഞാൻ അനാവശ്യമായി നടക്കുന്നു, ഞാൻ തൊഴിലുറപ്പ് പറഞ്ഞെന്നും പറഞ്ഞു. കുഴി കുഴിക്കണേ ഞാൻ കണ്ടിരുന്നു. എന്നിട്ട് അവൾ അവിടെ നിന്ന് ബക്കറ്റിലൊരു എന്തോ കൊണ്ടുവന്നു. ബക്കറ്റ് എന്ന് പറഞ്ഞാൽ ബക്കറ്റ് അവിടെ നിന്ന് എടുത്ത് കൊണ്ടുവരുന്നുണ്ടായി.
ഈ കുഴി കുഴിച്ചപ്പോൾ ഞാൻ കോഴികളുടെ കൊക്കിൽ കേട്ടപ്പോൾ വല്ല പാമ്പാണെന്ന് വെച്ചിട്ട് കുറച്ച് കോഴികളുണ്ടായി. അപ്പോൾ ഞാൻ ഇവർക്ക് തീറ്റിട്ട് കൊടുത്ത് നിൽക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ അവിടെ നിന്ന് പോയി വരുമ്പോൾ എന്നെ കണ്ടു. അപ്പോൾ ഈ കൈക്കോട്ട് ഈ കുഴി മൂടി കഴിഞ്ഞിട്ട് കൈക്കോട്ടും ബക്കറ്റും കൊണ്ട് തെക്കേപ്പുറത്തേക്ക് പോയി. 2021 കൊല്ലമൊന്നും എനിക്കറിയില്ല, ഞാനത് ശ്രദ്ധിച്ചില്ല. കാരണം പോലീസ് പറഞ്ഞു ഒരു പെൺകുട്ടിയുടെ ഞാൻ പറഞ്ഞു സാറേ അങ്ങനെ ഞാൻ പറഞ്ഞെന്ന് പറയുകയാണെങ്കിൽ അവരെ തെളിവ് സഹിതം സാറ് കൊണ്ടുവരാൻ പറയാം അവരോട്. അതെന്താ ചെയ്യാത്ത സാറ്? ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ വിളിപ്പിച്ച് പറഞ്ഞു. എന്നോട് ഇങ്ങോട്ട് ചോദിക്കുക. അവള് പറഞ്ഞു ഞാൻ കൊച്ചിനെ കൊന്ന് കുഴിച്ചിട്ടൊന്ന് ഞാൻ പറഞ്ഞു നടക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല, ഒരാളോടും പറഞ്ഞിട്ടില്ല. ഇവളാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞേക്കണത്. ഇവള് എന്തിട്ടാ കുഴിച്ചിട്ടേന്ന് എനിക്കറിയില്ല. കുഴി കൊത്തണ ഞാൻ കണ്ടു, എൻ്റെ വളപ്പിൻ്റെ തൊട്ടാണ് ഞാൻ കണ്ടു. ഇല്ല, അത് അന്ന് അവർ പരിശോധിച്ചെന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ അപ്പം എന്നോട് എന്തിട്ടാ പറഞ്ഞതെന്നറിയോ? ഒരു പെൺകുട്ടിയുടെ കാര്യമല്ലേ ചേച്ചി, നിങ്ങൾ ഇതിനെപ്പറ്റി വിട്ട് ഇനി ഇതിനെപ്പറ്റി ഒരു ചർച്ച ഉണ്ടാവട്ടെ. അതിനുശേഷം ഞങ്ങൾ ഉമ്മർത്തുനിന്ന് ഇറങ്ങി വരണം, അവരുടെ ഉമ്മർത്ത് അവരെപ്പോഴും അവിടെ എപ്പോഴും ഇവിടെ ഉണ്ടാവും. അപ്പം ഞങ്ങളൊരു സാരി മറച്ചു കെട്ടി അവരുടെ മുഖം കാണണ്ടെന്ന് വെച്ചിട്ട് ഈ നാട്ടിലെല്ലാവർക്കും അറിയാം. വീട്ടില് പിന്നെ അവളുടെ വീട്ടില് അവൾക്കറിയാണ്ട അമ്മയ്ക്ക് മോനൊക്കെ അറിയാം. അത് ഇവര് അറിഞ്ഞില്ല എന്ന് ഭാവിക്കുന്നു. ഇപ്പോഴും പറയുന്നു ഈ ഒരു കുഞ്ഞു വീട്ടിൽ എന്തുണ്ടായാലും അമ്മയ്ക്ക് അറിയാണ്ടിരിക്കും. ഒന്നന്വേഷിച്ചു, ഞാൻ ചോദിച്ചു, പറഞ്ഞു. എന്നാ നിങ്ങൾ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞ ആളെ കൊണ്ടുവന്നാലല്ലേ തെളിവാവുള്ള. ഈ നിങ്ങളോട് ആരാ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങൾ എന്നോട് അവരൊരു വല്യമ്മയുണ്ട് അവിടെ ആ വല്യമ്മ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഈ വല്യമ്മേനെ ഞാൻ കാണാറുമില്ല, ഞാൻ ഒരാളോടൊരു കാര്യം പറഞ്ഞിട്ടില്ല. ഈ അമ്മ തന്നെയാണ് സംഘത്തിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ മോള് പുറത്തായിട്ട് 2-3 മാസമായി ഇവരെ സംഘത്തിൽ എന്ന് പറഞ്ഞത്. എന്നിട്ടാണ് ഇത് പാട്ടായത് തൊഴിലുറപ്പിൽ. എന്നിട്ട് പേരെൻ്റെയും വെച്ചു. ഞാനിത് അറിയാത്ത കാര്യം അതിന് ദൈവം കാണിച്ചു. മാനസിക പ്രയാസങ്ങൾ ചേച്ചിക്ക് നേരിടേണ്ടി വന്നിട്ടില്ല? എനിക്ക് നല്ല പ്രയാസം ഉണ്ടായി. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഒരാളോടടുത്ത് പറഞ്ഞിട്ടുമില്ല. ഞാൻ പെൺകുട്ടികളുടെ കാര്യം, എനിക്ക് 2 പെൺകുട്ടികളുണ്ട്. 2 അന്തസ്സായിട്ട് ഇതേപ്പോൾ ഈ ഒരു കഴിഞ്ഞ വർഷമാണ് ഇതിൻ്റെ കല്യാണം. ഒരു കൊല്ലം കഴിഞ്ഞിട്ടുള്ളൂ. അയാൾ മരിച്ചതിന് ശേഷം അത് പെരക്കി ഞങ്ങൾ കുഴിക്കാൻ കുഴി കുത്തിയത് ഇതിന്റെ തെക്കേ ഭാഗത്താണ്, ഞങ്ങളുടെ കോഴിക്കോടിന്റെ അപ്പുറത്ത് അവരുടെ വളപ്പില്. പിന്നീട് പോലീസ് ഇന്ന് എന്തെങ്കിലും സീൽ ചെയ്തിട്ടുണ്ടോ? അതൊക്കെ അറിയില്ല, കണ്ടിട്ടില്ല. അതൊന്നും എനിക്കറിയില്ല. ഞാൻ ന്യൂസിൽ കണ്ടപ്പോഴാണ് എന്നോട് ഇങ്ങനെ വിളിച്ച് ഓരോരുത്തർ ചോദിച്ചു അവിടെ വല്ല വിശേഷമുണ്ടോ. ഞാൻ പറഞ്ഞു ഞങ്ങൾക്കൊന്നും കാണാൻ പറ്റില്ല, ഇവിടെ ഇരുന്ന് എന്നിട്ട് കാണാൻ പറ്റുക, ഫ്രണ്ടിലുള്ള ഒരു കാര്യങ്ങളും അറിയില്ല. പിന്നെ ഈ കഥ ഇങ്ങനെ മറച്ച കാരണം ഞങ്ങൾക്കൊന്നും അറിയില്ല, ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല സാർ.